ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ലിയോ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് നമുക്ക് എമ്പുരാൻ തകർക്കുവാൻ വേണ്ടി എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഒത്തുവരേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം തന്നെ ഇവർ ഏകദേശം തിയേറ്ററുകളെല്ലാം ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എമ്പുരാൻ ടീം. അപ്പം തിയേറ്റർ നമുക്ക് ലിയോ പോലെ തന്നെ അത്രയും തിയേറ്ററുകൾ, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ തിയേറ്റർ ചിലപ്പം എമ്പുരാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല, കാരണം മോഹൻലാലിൻ്റെ ഫാൻ ബേസും മോഹൻലാലിന് കിട്ടുന്ന തിയേറ്ററിൻ്റെ പവറും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഹൈപ്പും എല്ലാം കൂടെ നോക്കുമ്പോൾ തിയേറ്ററുകാരുമായിട്ടൊക്കെ നല്ല എഗ്രിമെൻറ്റ് കാണും. ആ സിനിമയ്ക്ക് നല്ല തിയേറ്റർ, നല്ല സ്ക്രീനും കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് മാത്രം പോരാ, നമുക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലിയോ റെക്കോർഡ് മറികടക്കാൻ. ലിയോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആ ദിവസം റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററിലും ആ ദിവസം 24 മണിക്കൂറും അതിന് 90% മുകളിൽ ഒക്യുപ്പൻസി ഉണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ 100% തന്നെ. പിന്നെ ചില തിയേറ്ററുകളിൽ, ഉള്ളിലോട്ടുള്ള തിയേറ്ററിലൊക്കെ കുറച്ചൊരു 80-85 വരുന്ന സാഹചര്യത്തിലാണ് മൊത്തം ആവറേജ് എടുക്കുമ്പോൾ 90 മുകളിൽ വരുന്നത്. അപ്പം ഇത്രയും റിലീസ് ചെയ്ത ഇത്രയും തിയേറ്ററുകൾ 90% മുകളിൽ ഒക്യുപ്പൻസി വരണം എല്ലാ ഷോകളിലും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അങ്ങനെ വന്നാൽ മാത്രമേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലിയോയുടെ റെക്കോർഡ് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ലിയോ സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു അന്നത്തെ ദിവസം തന്നെ. വിജയ് ഫാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്ക്. കാരണം ആ സിനിമ അങ്ങനെയാണ്, അത് അങ്ങനെ ഒരു ഇതാണ് അവരുടെ തമിഴ് സിനിമകൾക്ക് നമുക്ക് കൊടുക്കുന്നത്. കാരണം ആദ്യത്തെ ഷോ തന്നെ ഫാൻസുകാർക്ക് കാണണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസ് എല്ലാവരും ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ കണ്ടാൽ മാത്രമേ, അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ലിയോ റെക്കോർഡ് മറികടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മോഹൻലാൽ ഫാൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോൾ ആർക്കും പറഞ്ഞു തരണമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാന്നുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് കിടുകിണ്ണ ട്രെയിലറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ട്രെയിലർ വെച്ചിട്ട് ഈ സിനിമയുടെ പവർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സിനിമ അത്രത്തോളം മികച്ചതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാത്തൊരു പ്രോഡക്റ്റിനെ ഇത്രയും മാർക്കറ്റ് ചെയ്യൂല ഇവർ. പൃഥ്വിരാജൊക്കെ ഇറങ്ങി മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അതിനർത്ഥം ആ സിനിമയ്ക്കകത്ത് അവർ അത്രയും വിശ്വാസം അർപ്പിക്കുകയാണ്. അപ്പോൾ ആ സിനിമ കിടിലൻ സിനിമയായിരിക്കും. കാരണം എമ്പുരാനേക്കാളും കൂടുതൽ ഇവർ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയിൽ ഉള്ള വിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ അത്രത്തോളം സൂപ്പർ സിനിമയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാൻസുകാർ, മോഹൻലാലിൻ്റെ കടുത്ത ആരാധകർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ 6 മണിക്ക് അവർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ഷോയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഷോയോ കൂടെ അവർ ബുക്ക് ചെയ്യണം. കാരണം മിക്കവരും 2-3 പ്രാവശ്യം കാണുന്ന ആൾക്കാർ കാണും. എന്നാൽ അവർ ആ ദിവസം തന്നെ കാണണം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കണ്ട് ശീലമുള്ളവർ, അങ്ങനെ ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവർ അന്ന് തന്നെ അത് ബുക്ക് ചെയ്ത് കാണണം. അത് എവിടെയെങ്കിലും ഒക്യുപ്പൻസി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറവൊന്നും നോക്കണ്ട, ഏത് തിയേറ്ററിലാണോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ആ തിയേറ്ററിലെങ്കിൽ രണ്ടാമത്തെ ഷോയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരമാണ് പറ്റുന്നെങ്കിൽ വൈകുന്നേരത്തെ ഷോയോ ബുക്ക് ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ ലിയോ റെക്കോർഡ് സുഖമായിട്ട് തൂക്കാൻ പറ്റും. ലിയോ റെക്കോർഡ് തൂക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ, ലിയോ എന്ന് പറയുന്ന സിനിമ, ലിയോ റെക്കോർഡ് എമ്പുരാൻ തൂക്കൂല എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്കും ഇതുണ്ടായിരുന്നില്ല. ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രയും തിരക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാനുള്ള കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ ഷോ ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലുള്ളവർ കൂടെ ഇവിടെ വന്നാണ് സിനിമ കണ്ടത്. അപ്പോൾ അത്രയും റഷ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഈ 12 കോടിയിൽ ലിയോ എത്താൻ സാധ്യതയില്ല. ലിയോ ഒരു 8-9 കോടി രൂപ ഒതുങ്ങേണ്ട സിനിമയായിരുന്നു. ഇത് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇടിച്ച് കയറി കേരളത്തിൽ വന്ന് കണ്ടതുകൊണ്ടാണ് ഈ 12 കോടി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എമ്പുരാൻ അത് കിട്ടുമെന്ന്. അത് കിട്ടണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഷോയും ഇങ്ങനെ 90% ആവും. എല്ലാ തിയേറ്ററിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുണ്ടോ കാണാൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ തിയേറ്ററിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ഒക്യുപ്പൻസി കൂടുന്നത്. ഇഷ്ടംപോലെ തിയേറ്റർ ആകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ആൾക്കാർ കുറയും. അത് നിങ്ങൾ മറികടക്കണമെങ്കിൽ, മോഹൻലാൽ ഫാൻസിൻ്റെ മറികടക്കണമെങ്കിൽ, മോഹൻലാൽ ഫാൻസ് ഒന്നിൽ കൂടുതൽ തവണ കാണാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ 2 ഷോ ബുക്ക് ചെയ്തിടുക. അപ്പോൾ ഷോ തീരുമ്പോഴത്തേക്ക് ആൾക്കാർ, ഇപ്പം ഇവിടെ ഷോ ഇല്ലെങ്കിൽ അടുത്തുള്ള ഉള്ളിലോട്ടുള്ള തിയേറ്ററിലോട്ടൊക്കെ അവർ പോകും. അപ്പോൾ അവിടെയൊക്കെ ഒക്യുപ്പൻസി കൂടും. അങ്ങനെയാണെങ്കിൽ ലിയോ റെക്കോർഡ് സുഖമായിട്ട് മറികടക്കാൻ പറ്റും. പക്ഷെ അല്ലെങ്കിൽ അത് റെക്കോർഡ് മറികടക്കുന്ന കാര്യത്തിൽ യാതൊരു ഇതുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ മോഹൻലാൽ ഫാൻസിൻ്റെ അടുത്താണ് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ലിയോ റെക്കോർഡ് മറികടക്കാൻ, ലിയോ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കാൻ പറ്റില്ല. തിയേറ്ററിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് മറികടക്കാൻ നമുക്ക് ഏക വഴി എന്ന് പറയുന്നത്, ഈ 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാൻ ആഗ്രഹമുള്ളവർ അന്ന് തന്നെ ബുക്ക് ചെയ്ത് കാണുക. ഫസ്റ്റ് ഡേ റെക്കോർഡാണ് നമ്മൾ ഇത്. ടോപ്പിൽ എന്തായാലും ലിയോയെ കേരളത്തിൻ്റെ ഗ്രോസിൽ നിന്ന് മറികടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.